ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇതാണ് കേട്ടോ, ഫാബ്രിക് ഡൈയിങ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് ഒരു കടം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെതാണ് കേട്ടോ ഈ ഒരു ഡൈ പൗഡർ. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ആ ഒരു ഫിക്സ് ഡൈ ചെയ്തതിന് ശേഷം അത് ഫിക്സ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ കൂടിയുണ്ട് കേട്ടോ ഇതിൽ. ഇതാണ് കേട്ടോ ഡൈ ഫിക്സർ. ഡൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് ഒരു പാക്ക് കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. വെള്ളത്തിൽ കലക്കി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഡൈ ചെയ്ത ഡ്രസ്സ് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഡിപ്പ് ചെയ്ത് വെക്കണം, ഒരു അരമണിക്കൂറെങ്കിലും അതിൽ കുതിർത്തി വെക്കണം. എന്നാലേ ആ ഒരു ഡൈ നല്ല രീതിയിൽ തന്നെ ഫിക്സ് ആവുള്ളൂ, അതിലേക്ക് നല്ല രീതിയിൽ കളർ പിടിക്കുള്ളൂ. അപ്പോൾ ഈ ഡൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഇതിലൊരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഡൈ ചെയ്യുന്നതെന്നൊക്കെ ഒരു വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു പാക്കിൽ 5 കളേഴ്സാണ് കേട്ടോ വരുന്നത്. 5 കളേഴ്സിനും ഓരോരോ നമ്പർ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 5 ഡൈ ഫിക്സറും കൂടിയുണ്ട്. ഈ ഒരു പാക്കറ്റ് കളറും ഉണ്ട്. നമുക്ക് 5 മീറ്റർ ക്ലോത്ത് വരെ ഡൈ ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും ഡൈ ചെയ്ത് നോക്കാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സിൽക്ക് ടൈപ്പ് സാരിയും ഒരു ഓർഗൻസ ക്ലോത്തും ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കളറ് പിടിക്കോ ഡൈ നല്ല രീതിയിൽ ഫിക്സ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. വെള്ളം നന്നായി ചൂടായതിന് ശേഷം ഇത് ഏത് കളറാണ് യൂസ് ചെയ്യുന്നത് ആ കളർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ, അതായത് ഓർഗൻസ, ഷിഫോണ്, ജോർജറ്റ് അതുപോലത്തെ ക്ലോത്തൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് ഇതുപോലെ വിനീഗറാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാൻ അത്യാവശ്യം കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കോട്ടൺ ക്ലോത്ത്, ജീൻസ് അതുപോലത്തെ ഒക്കെ ആണെങ്കിൽ ഒരു 2-3 സ്പൂണ് ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കളർ കറക്റ്റ് തന്നെയാണോ എന്ന് നോക്കാൻ ഇതുപോലെ ഒരു കോട്ടൺ ക്ലോത്തിൽ ജസ്റ്റ് ഒന്ന് കളർ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഒരുപോലെ കളർ പിടിക്കാനാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു സാരിയിൽ ഒട്ടും കളറായില്ല. ഈ ഒരു ഓർഗൻസ ക്ലോത്തിൽ മാത്രമാണ് കളർ പിടിച്ചിട്ടുള്ളത്. 15 മിനിറ്റിന് ശേഷം ഡൈ ചെയ്ത ക്ലോത്ത് ഇതുപോലെ ഡൈ ഫിക്സർ കുറച്ച് വെള്ളത്തിൽ കലക്കി ആ ഒരു വെള്ളത്തിലാണ് കേട്ടോ ഇത് ഫിക്സ് ചെയ്ത് വെക്കേണ്ടത്. ഒരു അരമണിക്കൂറോളം അതിലേക്ക് കുതിർത്തി വെക്കുക. എന്നാലേ അത്യാവശ്യം കളർ നല്ല രീതിയിൽ തന്നെ അതിൽ പിടിക്കുള്ളൂ. അപ്പോൾ എന്നെപ്പോലെ ഫസ്റ്റ് ടൈം ആയിട്ട് ആരെങ്കിലും ഇതുപോലെ ഡൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇതുപോലെ കണ്ടുപോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.